ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യ ഗതാഗതത്തെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ധാതുക്കളും വ്യവസായവും, ഊർജരംഗം, താപനിലയങ്ങൾ എന്നീ ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ധാതുക്കളും വ്യവസായവും എന്ന ഭാഗം നമുക്ക് നോക്കാം. ഐശ്വര്യ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗുജറാത്തിലെ കൊയാലി എന്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? എണ്ണ ശുദ്ധീകരണശാലയായിട്ടാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഗുജറാത്തിലെ കൊയാലി എന്തിനാണ് പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാലയ്ക്കാണ് പ്രസിദ്ധം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം, സിൽക്ക്, ചന്ദനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം, സിൽക്ക്, ചന്ദനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖലയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏഷ്യയിലെ ആദ്യത്തെ സൗരോർജ ടെക്സ്റ്റൈൽ മിൽ സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ ജാർഖണ്ഡിലെ ധൻബാദിലാണ്. എവിടെയാണ്? ജാർഖണ്ഡിലെ ധൻബാദിലാണ്. മധ്യപ്രദേശിലെ മലഞ്ച്ഗണ്ട് ഖനി ഏത് ലോഹത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ചെമ്പ്. ചെമ്പിന്. എസ്ആർ ഓയിൽസിന്റെ ആസ്ഥാനം വരുന്നത് മുംബൈയാണ്. ഗേത്രി ചെമ്പുഖനി രാജസ്ഥാൻ സംസ്ഥാനത്താണുള്ളത്. ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനാണ്. നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹരിയാനയിലെ പാനിപ്പട്ട് നഗരമാണ്. കൊച്ചി ഓയിൽ റിഫൈനറി ഏത് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലാണ്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഗുവാഹത്തിയാണ്. ഏത് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലാണ് ഗുവാഹത്തി ഓയിൽ റിഫൈനറി പ്രവർത്തിക്കുന്നത്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലാണ് ഗുവാഹത്തി ഓയിൽ റിഫൈനറി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്നത്. മക്രാന ഏതിന്റെ ഖനനത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? മാർബിൾ ഖനനത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാ? റാണിഗഞ്ച്. ഇന്ത്യയിൽ ധാതു പര്യവേക്ഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സാമ്പൽപൂർ ഏതു ധാതുവിന്റെ ഖനനത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്? കൽക്കരി. ഒഡീഷയിലെ സാമ്പൽപൂർ ഏതു ധാതുവിന്റെ ഖനനത്തിലാണ് പ്രസിദ്ധം? കൽക്കരിയുടെ. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഗ്ലാസ് വ്യവസായത്തിനാണ് പ്രസിദ്ധം. ഗ്ലാസ് വ്യവസായം. അഗ്നികുണ്ഡല ഖനി ഏത് സംസ്ഥാനത്താണുള്ളത്? ആന്ധ്രാപ്രദേശിലാണ് അഗ്നികുണ്ഡല ഖനി ഉള്ളത്. നാംചുക് കോൾ ഫീൽഡ് ഏത് സംസ്ഥാനത്തിലാണ്? അരുണാചൽ പ്രദേശിലാണ്. കോൾ ഫീൽഡ് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. 2010 മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മഹാരത്ന പദവി നൽകാൻ തീരുമാനിച്ചത്. ഏത് വർഷം മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മഹാരത്ന പദവി നൽകാൻ തീരുമാനിച്ചത്? 2010 മുതലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ നവരത്ന സ്കീം നിലവിൽ വന്നത് 1997ലാണ്. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണുള്ളത്? ഗുജറാത്തിലാണ്. മാരുതി കാർ ഫാക്ടറിക്ക് പ്രസിദ്ധമായ ഗുഡ്ഗാവ് വ്യവസായ മേഖല ഹരിയാനയിലാണ്.
മാരുതി കാർ ഫാക്ടറിക്ക് പ്രസിദ്ധമായ ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. ഷോളാപൂർ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? പരുത്തി തുണിത്തരങ്ങൾക്ക്. ഷോളാപൂർ പരുത്തി തുണിത്തരങ്ങൾക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ജാർഖണ്ഡിലെ നർവാഫർ ഖനി ഏത് ധാതുവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? യുറേനിയം. ജാർഖണ്ഡിലെ നർവാഫർ ഖനി യുറേനിയം ധാതുവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ചോളിവുഡ് എന്ന് വിളിക്കുന്നത് ഛത്തീസ്ഗഡിലെ സിനിമാ വ്യവസായത്തെയാണ്. ചോളിവുഡ് എന്ന് വിളിക്കുന്നത് ഏത് സംസ്ഥാനത്തെ സിനിമാ വ്യവസായത്തെയാണ്? ഛത്തീസ്ഗഡിലെ. ഹുഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായമാണ് ചണം. ഹുഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായമാണ് ചണം. തമിഴ് സിനിമാ വ്യവസായത്തിന് കോളിവുഡ് എന്ന് പേര് ലഭിക്കാൻ കാരണമായ സ്ഥലമാണ് കോടമ്പാക്കം. തമിഴ് സിനിമാ വ്യവസായത്തിനെ നമ്മൾ വിളിക്കുന്നത് കോളിവുഡ് എന്നാണ്. ആ കോളിവുഡ് എന്ന പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ള സ്ഥലമാണ് കോടമ്പാക്കം. പെട്രോ കെമിക്കൽ വ്യവസായത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. പെട്രോ കെമിക്കൽ വ്യവസായത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണമാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെയാണ് ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത്. ബിന എണ്ണ ശുദ്ധീകരണശാല മധ്യപ്രദേശിലാണുള്ളത്. ബിന എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ലോകപ്രസിദ്ധമായ കോഹിനൂർ രത്നം ലഭിച്ച ഖനിയാണ് ഗോൽക്കൊണ്ട. ലോകപ്രസിദ്ധമായ കോഹിനൂർ രത്നം ലഭിച്ച ഖനിയാണ് ഗോൽക്കൊണ്ട. നാമക്കൽ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? മുട്ട. നാമക്കൽ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? മുട്ട. നാമക്കൽ മുട്ട എന്ന വ്യവസായത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയിലെ സിനിമാ വ്യവസായമാണ്? കന്നഡ. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നത് കന്നഡ സിനിമാ വ്യവസായത്തെയാണ്. തലോജ കോപ്പർ പ്രോജക്റ്റ് മഹാരാഷ്ട്രയിലാണ്. തലോജ കോപ്പർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി കർണാടകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ക്രൈസോലൈറ്റ് ആസ്ബസ്റ്റോസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ക്രൈസോലൈറ്റ് ആസ്ബസ്റ്റോസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ധാതു സമ്പന്നമായ ആസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ധാതു സമ്പന്നമായ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ദിഗ്ബോയിയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് 1901-ലാണ്. ദിഗ്ബോയിയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് 1901-ലാണ്. ഉപ്പിന്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ളത് ഗുജറാത്ത് ആണ്. ഉപ്പിന്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. ചിത്രദുർഗ ചെമ്പുഖനി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ചിത്രദുർഗ ചെമ്പുഖനി കർണാടകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളത്താണ്. ഗോൽക്കൊണ്ട രത്നഖനി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശാണ്. ഗോൽക്കൊണ്ട രത്നഖനി ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമാണ് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമാണ് ജംഷഡ്പൂർ. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായത് ശിവകാശി എന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ശിവകാശി. 1906-ൽ ഇന്ത്യയിലെ ആദ്യത്തെ വളം നിർമ്മാണശാല സ്ഥാപിതമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് റാണിപേട്ട്. 1906-ൽ ഇന്ത്യയിലെ ആദ്യത്തെ വളം നിർമ്മാണശാല സ്ഥാപിതമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് റാണിപേട്ട്. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊഡർമ ഖനികൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊഡർമ ഖനികൾ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്താണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം പശ്ചിമ ബംഗാളാണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. തടിപ്പക എണ്ണ ശുദ്ധീകരണശാല ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്താണ്. തടിപ്പക എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. കോളാർ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. കോളാർ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ്?
കർണാടകത്തിലാണ്. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല അസാമിലാണ്. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല അസാമിലാണ്. കുന്ദ്രേമുഖ് അയൺ ഓർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. കുന്ദ്രേമുഖ് അയൺ ഓർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടകം. ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലമാണ് മദ്രാസ്. ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലമാണ് മദ്രാസ്. കർണാടകത്തിലെ സ്വർണ്ണഖനികളാണ് കോളാർ, കുട്ടി. കർണാടകത്തിലെ സ്വർണ്ണഖനികൾ ഏതൊക്കെയാണ്? കോളാർ, കുട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് ബോംബെ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് ബോംബെ ഹൈ. മുംബൈയെ കോട്ടോണോപോളിസ് എന്ന് വിളിക്കാൻ കാരണം ഏതിന്റെ സാന്നിധ്യം കാരണമാണ്? തുണിമില്ലുകൾ. തുണിമില്ലുകളുടെ സാന്നിധ്യം കാരണമാണ് മുംബൈയെ കോട്ടോണോപോളിസ് എന്ന് വിളിക്കാൻ കാരണം. വടിനാർ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലാണ്. വടിനാർ എണ്ണ ശുദ്ധീകരണശാല ഏതു സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. നാംചിക് നാംഫുക് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. നാംചിക് നാംഫുക് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സിംഗരേണി കൽക്കരി ഖനി തെലങ്കാനയിലാണ്. സിംഗരേണി കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. 1868 ടാറ്റ കമ്പനി സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റയാണ്. ടാറ്റ കമ്പനി സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റയാണ്. സ്ഥാപിച്ച വർഷം 1868 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ യുറേനിയം ഖനി ജാദുഗുഡയാണ്. ഇന്ത്യയിലെ യുറേനിയം ഖനിയാണ് ജാദുഗുഡ. ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിംസ് ഉള്ളത് ഊട്ടിയിലാണ്. ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിംസ് എവിടെയാണ്? തമിഴ്നാട്ടിലെ ഊട്ടിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ എണ്ണ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ എണ്ണ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ചണമിൽ സ്ഥാപിച്ച സ്ഥലമാണ് റിഷ്റ. ഇന്ത്യയിൽ ആദ്യമായി ചണമില്ല് സ്ഥാപിച്ചത് റിഷ്റ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പിതംപൂർ ആണ്. ഇന്ത്യയിലെ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പിതംപൂർ ആണ്. അസാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം സിൽക്കാണ് മുഗ സിൽക്ക്. അസാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം സിൽക്കാണ് മുഗ സിൽക്ക്. കോരാപുട്ട് അലുമിനിയം പ്രോജക്ട് ഒഡീഷ സംസ്ഥാനത്താണ്. കോരാപുട്ട് അലുമിനിയം പ്രോജക്ട് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഷിപ്പ്യാർഡാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഷിപ്പ്യാർഡാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ് അസാമിലെ ദിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് അസാമിലെ ദിഗ്ബോയ്. ദിഗ്ബോയ് പ്രസിദ്ധമായിട്ടുള്ളത് എണ്ണപ്പാടത്തിനാണ്. ദിഗ്ബോയ് എന്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? എണ്ണപ്പാടത്തിനാണ്. ഇന്ത്യയിൽ ആദ്യമായി കോട്ടൺ മിൽ സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി കോട്ടൺ മിൽ സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. സ്ഥാപിച്ച വർഷം 1818 ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ലോകത്തെ 70% രത്നങ്ങളും മുറിക്കുകയും പോളിഷ് ചെയ്യുന്നതും സൂറത്തിൽ വെച്ചാണ്. ലോകത്തിലെ 70% രത്നങ്ങളും മുറിക്കുകയും പോളിഷ് ചെയ്യുന്നതും സൂറത്ത് എന്ന സ്ഥലത്താണ്. ഗേത്രി ഖനിയിൽ നിന്ന് ലഭിക്കുന്നത് ചെമ്പാണ്. ഗേത്രി ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹമാണ് ചെമ്പ്. ഇന്ത്യയിലെ പ്രധാന വജ്രഖനിയാണ് മധ്യപ്രദേശിലെ പന്ന. ഇന്ത്യയിലെ പ്രധാന വജ്രഖനിയാണ് മധ്യപ്രദേശിലെ പന്ന. മുംബൈയിൽ ആദ്യ കോട്ടൺ മിൽ സ്ഥാപിതമായത് 1854 1854 മുംബൈയിൽ ആദ്യമായിട്ട് കോട്ടൺ മിൽ സ്ഥാപിതമായത്. മാരുതി ഉദ്योग ലിമിറ്റഡ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി. അറിയാലേ, മാരുതി സുസുക്കി. മാരുതി ഉദ്योग ലിമിറ്റഡ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സുസുക്കി എന്നാണ് ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തലമുടി കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന പദവി ഇന്ത്യക്ക് നേടിക്കൊടുത്ത ക്ഷേത്രമാണ് തിരുപ്പതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തലമുടി കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന പദവി
ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്ന ക്ഷേത്രമാണ് തിരുപ്പതി. ചിക്മംഗലൂർ ഏത് മേഖലയിൽ പ്രസിദ്ധമായ സ്ഥലമാണ്? ഇരുമ്പ് ഖനനം. ചിക്മംഗലൂർ ഏത് മേഖലയിൽ പ്രസിദ്ധമായ സ്ഥലമാണ്? ഇരുമ്പ് ഖനനം. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി. ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS ഓബറോയ് ആണ്. ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS ഓബറോയ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേപ്പാനഗർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേപ്പാനഗർ ആണ്. 1832 ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് സെഹ്റാംപൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് സെഹ്റാംപൂർ എന്ന സ്ഥലത്താണ്. സ്ഥാപിക്കപ്പെട്ട വർഷം 1832. കലോൾ എന്ന പാടം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഹുട്ടി, രാംഗിരി എന്നീ ഖനികളിൽ നിന്നും ഖനനം ചെയ്യുന്നത് സ്വർണമാണ്. ഹുട്ടി, രാംഗിരി എന്നീ ഖനികളിൽ നിന്നും ഖനനം ചെയ്യുന്നത് സ്വർണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായമാണ് തുണി വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്നത് തുണി വ്യവസായമാണ്. ഇന്ത്യയിൽ 1830കളിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്കുശാലയാണ് പോർട്ടോ നോവോ. തമിഴ്നാട്ടിലെ പോർട്ടോ നോവോ. മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഹോഷംഗാബാദിലാണ്. മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് ഹോഷംഗാബാദ്. മാരുതി ഉദ്योग ലിമിറ്റഡിന്റെ ഫാക്ടറി ഗുർഗാവിലാണ്. മാരുതി ഉദ്योग ലിമിറ്റഡിന്റെ ഫാക്ടറി എവിടെയാണ്? ഗുർഗാവ്. അടുത്തത് നമുക്ക് ഊർജ രംഗത്തെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയും നേപ്പാളും തമ്മിൽ 1996 ഒപ്പുവെച്ച മഹാകാളി ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പഞ്ചേശ്വർ വിവിധോദ്ദേശ്യ പദ്ധതി. ഇന്ത്യയും നേപ്പാളും തമ്മിൽ 1996 ഒപ്പുവെച്ചതാണ് മഹാകാളി ഉടമ്പടി. അതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പഞ്ചേശ്വർ വിവിധോദ്ദേശ്യ പദ്ധതി. നിമു ബാസ്ഗോ പവർ പ്രോജക്റ്റ് ലഡാക്കിലാണ്. നിമു ബാസ്ഗോ പവർ പ്രോജക്റ്റ് എവിടെയാണ്? ലഡാക്കിലാണ്. ഏത് അണക്കെട്ടിന്റെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ? ഹിമാചൽ പ്രദേശിലെ ബക്ര അണക്കെട്ട്. ഹിമാചൽ പ്രദേശിലെ ബക്ര അണക്കെട്ടിന്റെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ. ദാമോദർ വാലി പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ അണക്കെട്ടായ തിലയ്യ ബരാക്കർ എന്ന നദിയിലാണ്. ദാമോദർ വാലി പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ അണക്കെട്ടായ തിലയ്യ ബരാക്കർ നദിയിലാണ്. സിപ്പാറ്റ് വൈദ്യുത നിലയം ഛത്തീസ്ഗഡിലാണ്. സിപ്പാറ്റ് വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാ? ഒഡീഷയിലെ ഹിരാക്കുണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഒഡീഷയിലെ ഹിരാക്കുഡ് അണക്കെട്ടാണ്. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് റേവ സോളാർ പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടുള്ള സംയുക്ത പദ്ധതിയാണ് ഗോലാങ്ചു? ഭൂട്ടാൻ. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സംയുക്ത പദ്ധതിയാണ് ഗോലാങ്ചു. തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതി ഉത്തരാഖണ്ഡിലാണ്. തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. മച്ചുകുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ ഒഡീഷയുമായി സഹകരിക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. മച്ചുകുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ ഒഡീഷയുമായി സഹകരിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്നത് റഷ്യയാണ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യമാണ് റഷ്യ. വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് ബംഗളൂരു. വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ റിവർ വാലി പ്രോജക്റ്റ് ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ റിവർ വാലി പ്രോജക്റ്റ് ബക്രാനങ്കലാണ്. മയൂരാക്ഷി പ്രോജക്റ്റ് പശ്ചിമ ബംഗാളിലാണ്. മയൂരാക്ഷി പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണുള്ളത്? ജമ്മു കാശ്മീർ. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണുള്ളത്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ജമ്മു കാശ്മീർ. ശരാവതി പദ്ധതി കർണാടകയിലാണ്. ശരാവതി പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കർണാടക. ചുദക് ജലവൈദ്യുത പദ്ധതി ലഡാക്കിലാണ്. ചുദക് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ലഡാക്ക്.
സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണുള്ളത്? ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായത്താൽ നിർമ്മിക്കുന്ന ചുക പ്രോജക്ട് ഭൂട്ടാൻ എന്ന രാജ്യത്താണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായത്താൽ നിർമ്മിക്കുന്ന ചുക പ്രോജക്ട് ഏത് രാജ്യത്താണ്? ഭൂട്ടാൻ. ലോക്തക് ജലവൈദ്യുത പദ്ധതി മണിപ്പൂരിലാണ്. ലോക്തക് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ഗ്രീൻ സോളാർ എനർജി പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് സിക്കിമിലാണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ഗ്രീൻ സോളാർ എനർജി പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് സിക്കിമിലാണ്. മുപ്പന്തൽ കാറ്റാടിപ്പാടം തമിഴ്നാട്ടിലാണ്. മുപ്പന്തൽ കാറ്റാടിപ്പാടം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. നെയ്വേലി ലിഗ്നൈറ്റ് പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് റഷ്യ. നെയ്വേലി ലിഗ്നൈറ്റ് പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് റഷ്യ. രാജസ്ഥാനിലെ ബാർസിംഗർ പവർ പ്രോജക്റ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിഗ്നൈറ്റ്. രാജസ്ഥാനിലെ ബാർസിംഗർ പവർ പ്രോജക്റ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിഗ്നൈറ്റ്. മിതാപൂർ സോളാർ പവർ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. മിതാപൂർ സോളാർ പവർ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണുള്ളത്? ഗുജറാത്ത്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1984-ലാണ്. 1984-ലാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. ദീൻദയാൽ ഊർജ ഭവൻ എന്തിന്റെ ആസ്ഥാനമാണ്? ONGCയുടെ. ദീൻദയാൽ ഊർജ ഭവൻ എന്തിന്റെയാണ് ആസ്ഥാനം? ONGC. 2001-ലെ ഊർജ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2002 മാർച്ചിൽ നിലവിൽ വന്ന സ്വയംഭരണ സ്ഥാപനമായ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ സേവാഭവനാണ്. 2001-ലെ ഊർജ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2002 മാർച്ചിൽ നിലവിൽ വന്ന സ്വയംഭരണ സ്ഥാപനമായ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിലെ സേവാഭവൻ. ദഹ്ബോൾ വൈദ്യുത നിലയം മഹാരാഷ്ട്രയിലാണ്. ദഹ്ബോൾ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഏഷ്യയിലെ ആദ്യത്തെ സോളാർ പാർക്ക് നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ സോളാർ പാർക്ക് നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. പാപനാശം സ്കീം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. പാപനാശ സ്കീം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷന്റെ സംസ്ഥാനം ന്യൂഡൽഹി. പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഊർജ മേഖലയിൽ സൈബർ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഊർജ മേഖലയിൽ സൈബർ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഗോവിന്ദ് വല്ലഭ് പാന്ത് സാഗർ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഗോവിന്ദ് വല്ലഭ് പാന്ത് സാഗർ അതായത് റിഹണ്ട് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഹാസ്ദിയോ ബാങ്കോ അണക്കെട്ട് ഛത്തീസ്ഗഡിലാണ്. ഹാസ്ദിയോ ബാങ്കോ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജിയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജിയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ബൻസാഗർ ജലവൈദ്യുത പദ്ധതി സോൺ എന്ന നദിയിലാണ്. ബൻസാഗർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? സോൺ എന്ന നദിയിലാണ്. ഏറ്റവും കൂടുതൽ വലിയ അണക്കെട്ടുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ വലിയ അണക്കെട്ടുകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കൊവാഡ ആണവ നിലയം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കൊവാഡ ആണവ നിലയം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ദാമൻ ഗംഗ പദ്ധതി ഗുജറാത്തിലാണ്. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. വിവിധ സംസ്ഥാനങ്ങൾക്ക് വൻതോതിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിന്റെ ചുമതലയുള്ള സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വിവിധ സംസ്ഥാനങ്ങൾക്ക് വൻതോതിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിന്റെ ചുമതലയുള്ള സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് റംഗൂൺ ഓയിൽ ആൻഡ് എക്സ്പ്ലോറേഷൻ കമ്പനി എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് റംഗൂൺ ഓയിൽ ആൻഡ് എക്സ്പ്ലോറേഷൻ കമ്പനി എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പാർക്കാണ് ഗുജറാത്തിലെ ചരങ്ക. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പാർക്കാണ് ഗുജറാത്തിലെ ചരങ്ക.
വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് അമൃത്സറിലാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് അമൃത്സറിലാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഗുരുഗ്രാമാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഗുരുഗ്രാമാണ്. ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയാണ് കൊച്ചി റിഫൈനറി. ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയാണ് കൊച്ചി റിഫൈനറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയോ? ജാംനഗർ, റിലയൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയാണ് ജാംനഗർ. അടുത്തത് നമുക്ക് കുറച്ച് താപനിലയങ്ങളെ കുറിച്ച് പഠിക്കാം. നാംരൂപ്, ചന്ദ്രപൂർ എന്നീ താപവൈദ്യുത നിലയങ്ങൾ അസാമിലാണുള്ളത്. നാംരൂപ്, ചന്ദ്രപൂർ എന്ന താപവൈദ്യുത നിലയങ്ങൾ ഉള്ളത് അസാമിലാണ്. സിംഹപുരി തെർമൽ പവർ സ്റ്റേഷൻ ആന്ധ്രാപ്രദേശിലാണ്. സിംഹപുരി തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗിക്കുന്ന സെക്ടറാണ് താപനിലയങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗിക്കുന്ന സെക്ടറാണ് താപനിലയങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് ഹുസൈൻ സാഗർ സ്റ്റേഷൻ, ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് ഹുസൈൻ സാഗർ സ്റ്റേഷൻ, ഹൈദരാബാദ്. 1975 ആരംഭിച്ച നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1975 ആരംഭിച്ച നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഏത് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മുന്ദ്ര താപനിലയം? അദാനി പവർ. അദാനി പവർ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മുന്ദ്ര താപനിലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയമാണ് വിന്ധ്യാചൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയമാണ് വിന്ധ്യാചൽ. 4760 മെഗാവാട്ട് ആണുള്ളത്. ഔറയ്യ താപവൈദ്യുത നിലയം ഉത്തർപ്രദേശിലാണ്. ഔറയ്യ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപവൈദ്യുത നിലയമാണ് മുന്ദ്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപവൈദ്യുത നിലയമാണ് മുന്ദ്ര. 4620 മെഗാവാട്ട് ആണ്. ഏത് സംസ്ഥാനത്താണ് മുന്ദ്ര താപവൈദ്യുത നിലയം? ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് മുന്ദ്ര താപനിലയം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഏത് സംസ്ഥാനവുമായി സഹകരിച്ച് നടപ്പാക്കിയതാണ്? പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ്, ജാർഖണ്ഡ് ആണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ജാർഖണ്ഡ് എന്ന സംസ്ഥാനവുമായി സഹകരിച്ചാണ് പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് നടപ്പിലാക്കിയത്. സിംഗ്രോളി താപവൈദ്യുത നിലയം ഉത്തർപ്രദേശിലാണ്. സിംഗ്രോളി താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. ഗുരു നാനാക് തെർമൽ പവർ പ്ലാന്റ് ബട്ടിണ്ടയിലാണ്. ഗുരു നാനാക് തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? ബട്ടിണ്ട. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള സാസൻ താപവൈദ്യുത നിലയം മധ്യപ്രദേശിലാണ്. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള സാസൻ താപനിലയം മധ്യപ്രദേശിലാണ്. ജർസുഗുഡ താപനിലയം ഒഡീഷയിലാണ്. ജർസുഗുഡ താപനിലയം ഏത് സംസ്ഥാനത്തിലാണ്? ഒഡീഷ. ഏത് സംസ്ഥാനത്താണ് വിന്ധ്യാചൽ താപനിലയം? മധ്യപ്രദേശ്. ഏത് സംസ്ഥാനത്താണ് വിന്ധ്യാചൽ താപവൈദ്യുത നിലയം? മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ നിലയങ്ങളാണ് താപനിലയങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ നിലയങ്ങളാണ് താപനിലയങ്ങൾ. ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. കവാസ് താപവൈദ്യുത നിലയം ഗുജറാത്തിലാണ്. കവാസ് താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നസി വാലി എന്ന പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി. നമ്മൾ ഇന്ന് പഠിച്ചത് ധാതുക്കളും വ്യവസായവും, ഊർജരംഗം, താപനിലയങ്ങൾ എന്നീ ഭാഗങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.